അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇൻഷാ അല്ലാഹ് സ്വലാത്ത് നമ്മൾ എല്ലാവരും ചൊല്ലണം. പരിശുദ്ധമായ റബീഉൽ അവ്വൽ 12 നമ്മിൽ നിന്ന് വിട പറഞ്ഞിട്ടുള്ളൂ. റബീഉൽ അവ്വൽ വിട പറഞ്ഞിട്ടില്ല. അതേപോലെ തന്നെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മുത്തുനബിയുടെ പേരിൽ നമ്മുടെ ജീവിതകാലം മുഴുവനും നമ്മൾ സ്വലാത്ത് ചൊല്ലണം അല്ലേ? അത് നമ്മൾ ആ മുത്തുനബിയുടെ ആ ബന്ധം നമ്മൾ പോകാൻ പാടില്ല. ഏത് സമയത്തും നമ്മൾ സ്വലാത്തുകൾ അധികരിപ്പിക്കണം. ചൊല്ലൂ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മണിമുത്തേ മദീനയിലാണോ മന്ദാര ചെപ്പിൻ അഴകാണോ? സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയേ കാരുണ കടലോരേ മുത്തുനബി ഷഫീഉൽ ഉമ്മ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആമീന ഉമ്മ പൊന്നുമ്മ ആലത്തിൻ കരളേ പൊന്നുമ്മ സല്ലല്ലാഹു അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി വസല്ലിം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചൊല്ലിയ പരിശുദ്ധമായ സ്വലാത്തിനെ മദീനയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എത്തിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എൻ്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആനിൽ നമുക്ക് കാണാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തി. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി. ഞാനും എൻ്റെ മലക്കുകളും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ഖുർആനിലൂടെ വളരെ വ്യക്തമായിട്ട് നമ്മോട് പറയാം. വാനലോകത്ത് വെച്ച് അള്ളാഹുവിൻ്റെ മഹത്വങ്ങൾ അവിടുന്ന്, മുത്തുനബിയുടെ മഹത്വങ്ങൾ അവിടുന്ന് പാടുന്നുണ്ട്, പറയുന്നുണ്ട് എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ അതാ അവിടുന്ന് വിശുദ്ധമായ ഖുർആനിലൂടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുകയാണ്. എന്നിട്ട് അവിടുന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു അതാ അവിടെ നിന്ന് മഹാനവറുകൾ പറയുകയാണല്ലോ, പടച്ചുറപ്പേ അവിടുന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് സ്വലാത്ത് ചൊല്ലുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുള്ളത്, അവിടുന്ന് പരിശുദ്ധമായ സ്വലാത്ത് ചൊല്ലുന്നുണ്ടെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. അസ്സലാത്തു അള്ളാന്റെ റഹ്മത്ത് എന്ന് പറയുന്നത്, അള്ളാഹുവിന്റെ സ്വലാത്ത് എന്ന് പറയുന്നത് അത് അവിടുന്ന് പരിശുദ്ധമായ റഹ്മത്തിന് അല്ലാഹു തആല ചൊരിഞ്ഞു കൊടുക്കലാണ്. അവിടുന്ന് പരിശുദ്ധമായ റഹ്മത്തിന് അല്ലാഹു തആല ചൊരിഞ്ഞു കൊടുക്കലാണ്. വീണ്ടും അതാ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതായിട്ടോ അതാ അവിടുന്ന് മഹാനായ ഇമാം ബുഖാരി ഇമാം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാം, അസ്സലാത്തുല്ലാഹി സനാഉഹാ അലൈഹി ഇൻദൽ മലായിക. മലക്കുകളുടെ അടുത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചിട്ട് നാളെ വാനലോകത്ത് വെച്ചിട്ട്, എന്നും വാനലോകത്ത് വെച്ചിട്ട് അവിടുന്ന് അതാ സൗഖ്യങ്ങൾ പറയുകയാണല്ലോ, റസൂലുള്ളാഹിന്റെ മദ്ഹുകൾ പറയുകയാണ് എന്ന് അതാ അവിടുന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുകയാ. എൻ്റെ പ്രിയമുള്ളവരെ, അല്ലാഹ് തന്നെ പറയുകയാണല്ലോ,
എൻ്റെ വാനലോകത്ത് വെച്ചിട്ട് ഞാനും എൻ്റെ മലക്കുകളും അതാ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലോ ഒരുപാട് സ്വലാത്തുകൾ അധികരിപ്പിക്കുകയാ. അതുകൊണ്ട് അതാ അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലോ യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. നിങ്ങളും സ്വലാത്തുകൾ ചൊല്ലണേ, നിങ്ങളും സ്വലാത്തുകൾ അധികരിപ്പിക്കണേ, ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലണേ എന്ന് അതാ അവിടുന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണല്ലോ. എൻ്റെ പ്രിയമുള്ളവരെ, അല്ലാഹു സ്വലാത്ത് ചൊല്ലുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങളും സ്വലാത്ത് ചൊല്ലണേ. മലക്കുകൾ സ്വലാത്ത് ചൊല്ലുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങളുടെ നാക്കുകളിലൂടെയും നിങ്ങൾ സ്വലാത്തിന്റെ മന്ത്രധ്വനികൾ ഉയരണേ എന്ന് അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചിട്ടോ പടച്ച തമ്പുരാൻ അവിടുന്ന് പറയുകയാ. മഹാനായ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, മഹാനായ ഇബ്നു കസീർ തങ്ങൾ പറയുകയാണോ, തന്റെ തഫ്സീറിൽ അവിടുന്ന് പറയുന്നത് കാണുമല്ലോ. അതാ അല്ലാഹ് ദുനിയാവിൽ വെച്ചിട്ട് ചെല്ലാൻ പറഞ്ഞല്ലോ, വാനലോകത്ത് വെച്ചിട്ട് അള്ളയും മലക്കുകളും അവിടുന്ന് സ്വലാത്ത് അധികരിപ്പിക്കുന്നുണ്ട്. എന്നാ പടച്ചറബേ ദുനിയാവിൽ വെച്ചിട്ടുണ്ടല്ലോ, നമ്മൾ അവിടുന്ന് ചൊല്ലണം. ഇരു ലോകത്തും അവിടുന്ന് റസൂലുള്ളാഹിനെ കുറിച്ചുള്ള മധുകൾ ഉയരണല്ലോ, റസൂലുള്ളാഹിനെ കുറിച്ചുള്ള സ്നേഹബന്ധങ്ങൾ ഉയരണല്ലോ. അതിന് വേണ്ടിയിട്ടാണല്ലോ നമ്മളോട് സ്വലാത്ത് ചൊല്ലാൻ പറയുന്നത്, നമ്മളോട് മുത്തുനബിയെ വാഴ്ത്താൻ പറയുന്നത്. ഈ ഭൂമി ലോകത്ത് വെച്ചിട്ടോ നമ്മളും അത് തന്നെയാണല്ലോ ചെയ്യുന്നത്. എൻ്റെ ഉമ്മ പരിശുദ്ധമായ റബീഉൽ അവ്വൽ കടന്നു വന്നപ്പോ നമ്മുടെ ഓരോ നാട്ടിലെയും പള്ളി മിനാരങ്ങളിൽ നിന്ന് വിളിച്ചു പറയുകയാണ്, അല്ലാഹുവേ പടച്ചറബേ റസൂലുള്ളാഹിന്റെ മദഹുകൾ വിളിച്ചു പറയുകയാണല്ലോ. അൻത തത്ലഉ ബൈനനാ ഫിൽ കവാകിബി കൽ ബുദൂർ ബൽ വഅശ്റഫു മിൻഹു യാ സയ്യിദി ഖൈറൻ നബി അസ്സലാത്തു അലൻ നബി ചൊല്ലു അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ അശ്ശഫീഉൽ അബ്തഹി വൽ ഹബീബിൽ അറബി أنت تطلع بيننا في الكواكب كالبدور بل وأشرف منه يا سيدي خير النبي أنت أم أم أب ما رأينا فيهما مثل حسنك قد يا سيدي خير النبي أنت منجينا غدا من شفاعتك الصفا من لنا مثلك يا سيدي خير النبي എന്നവിടുന്നതാ പരിശുദ്ധമായ സ്വലാത്തിന്റെ പരിശുദ്ധമായ മൗലിദിന്റെ മന്ത്രധ്വനികളോ അതാ അവിടുന്ന് റസൂലുള്ളാഹിനെ കുറിച്ചിട്ട് ഉയരുകയാണല്ലോ. പടച്ചുറപ്പേ നമ്മുടെ നാടുകളൊക്കെ അവിടുന്ന് വല്ലാതെ പ്രകമ്പനമാവുകയാണല്ലോ. മദീനയെ കൊണ്ട്, സ്നേഹങ്ങളെ കൊണ്ട്, റസൂലുള്ളാഹിന്റെ പ്രകീർത്തനങ്ങളെ കൊണ്ട്, അവിടുത്തെ ബൈത്തുകളെ കുറിച്ചിട്ടോ അവിടുന്ന് വലിയ നന്മകൾ ഇങ്ങനെ ഉയരുകയാണല്ലോ. റബീഉൽ അവ്വൽ 12 കഴിഞ്ഞു പോയല്ലോ, റബീഉൽ അവ്വൽ 12 കഴിഞ്ഞു പോയല്ലോ. പടച്ചുറപ്പേ ഒരുപാട് സ്ഥലങ്ങളിലോ പടച്ചുറപ്പേ നമ്മുടെയൊക്കെ നാടുകളില് റസൂലുള്ളാഹിനെ കുറിച്ചിട്ടോ പിഞ്ചു മക്കള് പാടുകയാണ്, പറയുകയാണ്, ഒരുപാട് നന്മകൾ അവിടുന്ന് ചെയ്യുകയാണ്. ഇതെല്ലാം അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചിട്ടാണല്ലോ, റസൂലുള്ളാഹിനെ കുറിച്ചിട്ടാണല്ലോ, ആ റസൂലുള്ളാഹിനോടുള്ള സ്നേഹമാണല്ലോ.
നമ്മുടെയൊക്കെ നാടുകളിൽ അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചിട്ട് അവിടുന്ന് വളരെ മനോഹരമായിട്ട് വളരെ ഭവ്യതയോട് കൂടിയിട്ട് നമ്മുടെ പള്ളി മിനാരങ്ങളിൽ നിന്ന് റസൂലുള്ളാഹിനെ കുറിച്ചിട്ട് നല്ല മഹത്വങ്ങൾ ഉയരാണ് അല്ലേ? അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. അല്ലാഹു മഹത്വം മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ഇനി നമ്മള് ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്നേഹത്തെ കുറിച്ചിട്ട് നമ്മളൊന്ന് മനസ്സിലാക്കണം. ആ റസൂലുള്ളാഹിയോട് എങ്ങനെയാണ് സ്നേഹം പ്രകടിപ്പിക്കേണ്ടത്, എങ്ങനെയാണ് അവിടുന്ന് ആ മഹത്വം ഉണ്ടാകേണ്ടത്, സ്വഹാബത്തേക്ക് ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എങ്ങനെയാണ് അവിടുന്ന് സ്നേഹിച്ചത്, എൻ്റെ പ്രിയമുള്ളവർ നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് എങ്ങനെയാണ് ആ സ്നേഹബന്ധത്തെ നമ്മൾ കൊണ്ടുപോകേണ്ടത്. അതാ അവിടുന്ന് മഹാനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളതാ പടച്ചുറപ്പേ ഒരിക്കലും മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കയ്യിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് അതാ അവിടുന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. അല്ലാഹ് ഉമർ തങ്ങളുടെ കയ്യെ പിടിച്ചിട്ട് പോകുന്ന അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അതാ അവിടുന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, യാ ഉമർ ബിൻ ഖത്താബ് തങ്ങളെ അതാ അവിടുന്ന് റസൂലുള്ളാഹിയോട് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, അങ്ങേനിക്ക് വല്ലാത്ത ഇഷ്ടമാണ് നബിയെ, അങ്ങേനിക്ക് വല്ലാത്ത ഇഷ്ടമാണ് യാ റസൂലല്ലാഹ്. എന്റെ ശരീരം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ഞാൻ സ്നേഹിക്കുന്നത് അത് അങ്ങയാണ് നബിയെ, അത് അങ്ങയോടാണ് നബിയെ എന്ന് അവിടുന്ന് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുമ്പോൾ എൻ്റെ പ്രിയമുള്ളവരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറയുകയാ, ലാ വല്ലദീ നഫ്സീ ബിയദിഹി ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ നഫ്സിക. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ, അങ്ങനെയല്ല എന്നെ സ്നേഹിക്കേണ്ടത്, അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കേണ്ട രൂപം എങ്ങനെയാണെന്നറിയോ? തന്റെ സ്വന്തം ശരീരത്തെക്കാൾ എന്ന് പറയണം ഉമറേ, സ്വന്തം ശരീരത്തെക്കാളാണ് എന്നെ സ്നേഹിക്കേണ്ടത്, മറ്റു എല്ലാ ജനങ്ങളെക്കാളുമാണ് എന്നെ സ്നേഹിക്കേണ്ടത് എന്നവിടെ നിന്ന് പറഞ്ഞു കൊടുക്കണേ, എന്നവിടെ നിന്ന് പറയണേ ഉമറേ. അതാ അവിടുന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഫഇന്നഹുൽ ആന ലഅൻത അഹബ്ബു ഇലയ്യ മിൻ നഫ്സി. നബിയേ, ഞാൻ തിരുത്തുകയാണ് നബിയേ, ഞാൻ തിരുത്തുകയാണ് നബിയേ, എന്റെ ശരീരത്തെക്കാൾ ഏറ്റവും കൂടുതലോ ഞാനിതാ സ്നേഹിക്കുന്നത് അങ്ങയാണ് നബിയേ, അങ്ങയുടെ ശരീരത്തെയാണ് നബിയേ, അങ്ങയുടെ മനസ്സിനാണ് സ്ഥാനം കൊടുക്കുന്നത്. അല്ലാഹുവേ, ചെറിയ ക്ലാസ്സുകളിലായിട്ടോ മദ്രസയിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ പറഞ്ഞു വിടുമ്പോ അല്ലാഹ്, നമ്മുടെ പ്രിയപ്പെട്ട മക്കളുണ്ടല്ലോ, അവരൊക്കെ പടച്ചുറപ്പെ അവിടുത്തെ കിതാബുകളിൽ ഓതി പഠിക്കുന്ന ഒരു ഹദീസ് ഉണ്ടോ, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വ വലദിഹി വന്നാസി അജ്മഈൻ. ആരാണ് അല്ലാഹ്, ആരാണ് അല്ലാഹ്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തന്റെ ശരീരത്തെക്കാൾ, തന്റെ ഉമ്മാനേക്കാൾ, തന്റെ വാപ്പാനേക്കാൾ, തന്റെ മറ്റു എല്ലാ ജനങ്ങളെക്കാൾ, കൂട്ടുകാരെക്കാളുമെല്ലാം ഏറ്റവും കൂടുതൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആരാണ് പ്രിയം വെക്കുന്നത്, ആരാണ് സ്നേഹിക്കുന്നത്? അവരുണ്ടല്ലോ പടച്ചുറപ്പേ, അല്ലാഹ്, അവരാണ് യഥാർത്ഥ മുഅ്മിനെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുകയാ. ഇതാര് പറഞ്ഞതാ, ഇതാര് പറഞ്ഞതാണെന്നറിയോ? ലാ യാതികു അനിൽ ഹവാ ഇൻ
ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. ഇത് അള്ളയാണ് പഠിപ്പിക്കുന്നത്, ഇത് അള്ളയാണ് പറയുന്നത്. പടച്ചറപ്പേ റസൂലിന്റെ വെറും വാക്കല്ലല്ലോ ഇത് റസൂലുള്ളാഹിന്റെ ഒരു വെറും വാക്കല്ല, ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച വാക്കാണ്, അല്ലാഹ് പറയിപ്പിച്ച വാക്കാണ്. അല്ലാഹ് പറയാത്തത് റസൂലുള്ളാഹ് പറയാറുണ്ടോ? അല്ലാഹ് കൽപ്പിക്കാത്തത്, അല്ലാഹ് പറയാത്തത് ഒരിക്കലും മുത്തുനബി പറയില്ല. അതുകൊണ്ട് ഹൃദയത്തോട് റസൂലുള്ളാഹിനോടുള്ള സ്നേഹം വെച്ചോ. എൻ്റെ പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങൾക്കൊരു ചരിത്രം പറഞ്ഞു തരാ. എങ്ങനെയാ റസൂലുള്ളാഹിനെ സ്നേഹിക്കേണ്ടതെന്നറിയോ? റസൂലുള്ളാഹിയോടുള്ള സ്നേഹം ഹൃദയത്തിലേക്ക് കൊണ്ടു നടന്ന സഹാബത്തിന്റെ ചരിത്രം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാ. മഹാനായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹു. എൻ്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ ഹബീബ് ഈജിപ്തിന്റെ ഗവർണർ പദവി കൊടുത്തിരിക്കുകയാണ്. അവിടെ അതാ ഭരണം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാ. എന്റെ പ്രിയമുള്ളവരെ, മഹാനായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹു അതാ അവിടുന്ന് ഈജിപ്തിന്റെ ഭരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈജിപ്തിന്റെ മണ്ണിൽ ഭരണം നടന്നുകൊണ്ടിരിക്കുമ്പോ അവിടുത്തെ ജനത ഇങ്ങനെ ഒരു ശത്രുപക്ഷം ഇങ്ങനെ കടന്നു വരികയാ. എന്നിട്ടതാ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറയുകയാണ്, അംറേ, പടച്ചുറപ്പേ, മഹാനായ തങ്ങളോട് അവിടുന്ന് പറയുന്നു, അംറേ, ഞങ്ങൾ ആരാധിക്കുന്ന ഞങ്ങളുടെ ബിംബമുണ്ടല്ലോ, അതിന്റെ മൂക്ക് മുസ്ലിമീങ്ങൾ വന്നിട്ട് മുറിച്ചിട്ടുണ്ടോ? ഞങ്ങളുടെ ബിംബത്തിന്റെ, ഞങ്ങൾ ആരാധിക്കുന്ന ഞങ്ങളുടെ ദൈവമുണ്ടല്ലോ, ആ ദൈവത്തിന്റെ മൂക്കതാ വന്നിട്ട് മുസ്ലിമീങ്ങൾ മുറിച്ചിരിക്കുകയാണോ? അതാ അംർ ഇബ്നുൽ ആസ് തങ്ങൾക്കറിയാ, ഒരിക്കലും മുസ്ലിം അങ്ങനെ ചെയ്യുന്നതല്ല. കാരണം റസൂലുള്ളാഹിന്റെ അധ്യാപനം മുസ്ലിമിനറിയാമല്ലോ. മറ്റുള്ളവരുടെ മതസ്ഥരുടെ ആരാധനാലയങ്ങളെ നിങ്ങൾ കുറ്റപ്പെടുത്തരുത്, അവരുടെ ആരാധ്യ വസ്തുക്കളെ ചീത്ത പറയരുത്. അവരുടെ ആരാധ്യ വസ്തുവിന്റെ മുറ്റത്ത് നിന്നൊരു പിടി മണ്ണ് പോലെ വാരിയെടുക്കുന്നത് പോലെ എന്റെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇഷ്ടമല്ലെന്ന് അംർ ഇബ്നുൽ ആസ് തങ്ങൾക്കറിയാം. പടച്ചറപ്പേ, അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹു ഉണ്ടല്ലോ, അത് അവിടുന്ന് പറയുകയാ, നിങ്ങൾ ഇവിടെ വന്നിട്ട് പരാതി പറയുന്നുണ്ടല്ലോ, എന്റെ അണികൾ അങ്ങനെ ചെയ്യുന്നില്ല എന്ന് എനിക്ക് നന്നായിട്ടറിയാം. പക്ഷേ നിങ്ങൾക്ക് വേണമെങ്കിലോ സ്വർണം കൊണ്ട് ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ദൈവത്തെ ഉണ്ടാക്കി തരാ, നിങ്ങൾക്ക് വെള്ളി കൊണ്ട് ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ദൈവത്തെ ഉണ്ടാക്കി തരാ, എന്തുകൊണ്ടാണെങ്കിലും ഞാൻ നിങ്ങൾക്ക് ഉണ്ടാക്കി തരാ, നിർമ്മിച്ചു തരാമെന്ന് പറയുമ്പോൾ അതാ അവിടുന്ന് മഹാനായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹുവിനോട് അതാ അവിടെ നിന്ന് ശത്രുക്കൾ പറഞ്ഞ കാര്യം എന്താണെന്നറിയോ? ഞങ്ങൾക്ക് ഞങ്ങളുടെ ദൈവത്തിനെ ആക്രമിച്ചതിന്റെ പൂതി അങ്ങ് തീരണമെങ്കിലോ, പടച്ചുറപ്പേ, ഞങ്ങളുടെ വിഷമം ഞങ്ങളുടെ ജീവിതത്തിൽ നിന്നങ്ങ് മാഞ്ഞു പോകണമെങ്കിലോ എന്ത് ചെയ്യണമെന്നറിയോ? അതാ അവിടുന്ന് ശത്രുക്കളെ പറയുകയാണ്, നിങ്ങളുടെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നതായ മുഹമ്മദിന്റെ രൂപം ഞങ്ങൾക്ക് ഉണ്ടാക്കി തരണല്ലോ. എന്നിട്ടോ ആ മുഹമ്മദിന്റെ മൂക്ക് ഞങ്ങൾക്ക് വെട്ടണമല്ലോ, ആ മുഹമ്മദിന്റെ കൈകാലുകൾ ഞങ്ങൾക്ക് മുറിച്ച് കളയണമല്ലോ, ആ മുഹമ്മദിന്റെ ശരീരങ്ങൾ ഓരോന്നായിട്ട് അവിടുന്ന് ഇഞ്ചിഞ്ചായിട്ട് ഞങ്ങൾക്ക് മുറിച്ച് കളയണമെന്ന് അതാ അവിടുന്ന് ശത്രുപക്ഷം അവിടുന്ന് പറയുകയാണ്. അല്ലാ, ഒരിക്കലും മഹാനായ അംർ ഇബ്നുൽ ആസ് തങ്ങളെ വിട്ടുകൊടുത്തില്ല. അംർ ഇബ്നുൽ ആസ് തങ്ങളെ വിട്ടുകൊടുത്തില്ല. അവിടെ നിന്ന് മഹാനായ തങ്ങൾ അവിടെ നിന്ന് പറയുകയാ, പടച്ചുറപ്പേ, നിങ്ങൾക്ക് വേണമെങ്കിലിതാ എന്റെ ശരീരത്തെ നിങ്ങൾ ഇഞ്ചിഞ്ചായി മുറിച്ചു കൊള്ളുക. ഈ കാണുന്ന മുസ്ലിം സമൂഹങ്ങളുണ്ടല്ലോ, ഈ കാണുന്ന മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഓരോരുത്തരും ഉണ്ടല്ലോ, അവിടൊക്കെ ശരീരത്തെ നിങ്ങൾ ഇഞ്ചിഞ്ചായിട്ട് നിങ്ങൾ മുറിച്ചുകൊള്ളോ, അവിടെ മൂക്ക് നിങ്ങൾ മുറിച്ചുകൊള്ളോ, ചെവി നിങ്ങൾ അരിഞ്ഞെടുത്തോളോ. പക്ഷേ
ഞങ്ങളുടെ അല്ലാഹുവിന്റെ പ്രവാചകരുണ്ടല്ലോ, ഏറെ ഞങ്ങൾ സ്നേഹിക്കുന്ന, ഞങ്ങൾ ഇഷ്ടപ്പെടുന്ന ഞങ്ങളുടെ പ്രവാചകരുണ്ടല്ലോ, ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുണ്ടല്ലോ, ആ മദീനയുടെ മണിയറയിൽ അന്തിയുറങ്ങുന്ന പ്രവാചകരുണ്ടല്ലോ. അല്ലാഹുവേ പടച്ച റബ്ബേ, ത്വാഹ റസൂലുള്ളാഹേ തിങ്കൾ ഹബീബുള്ളാഹേ മായങ്ങും റൗള കാണാനായി എന്നും കൊതിയേറെയാ. ആ പരിശുദ്ധമായ മദീനയുടെ മണ്ണിൽ അന്തിയിറങ്ങുന്ന, ആ പച്ചക്കുമ്പയുടെ ചാരത്ത് അന്തിയിറങ്ങുന്ന ഞങ്ങളുടെ പ്രവാചകനുണ്ടല്ലോ, ആ പ്രവാചകന്റെ ദേഹത്ത് ഒരു അണുമണി തൂക്കം, ഒരു വേദന പോലും ഏൽക്കാൻ ഞങ്ങൾക്ക് സമ്മതമല്ല. ഞങ്ങളത് ഇഷ്ടപ്പെടുന്നില്ലെന്ന് പറയുമ്പോൾ അതാ അവിടുന്ന് മഹാനായ അംർ ഇബ്നു ആസ് റളിയല്ലാഹു തആല അൻഹുവിനോട് അതാ അവിടുന്ന് ശത്രുക്കൾ പറയുകയാണ്, അല്ലാഹു അംർ ഇബ്നു ആസ് തങ്ങളോട് പറയുകയാണ്, അംറേ, ഇവരുടെ എല്ലാവരുടെയും നേതാവ് നീയാണല്ലോ, ഈ കൂടിയിരിക്കുന്നവരുടെ എല്ലാവരുടെയും നേതാവ് നീയാണല്ലോ അംറേ. അതുകൊണ്ടുണ്ടല്ലോ ഇവരെ ഒരാളെയും ഞങ്ങൾ എടുക്കുന്നില്ല, ഞങ്ങൾ എടുക്കുന്നില്ല. പക്ഷേ നിന്നെയാണ് ഞങ്ങൾക്ക് വേണ്ടത്. നിന്റെ തല ഞങ്ങൾ എടുക്കുകയാണ്, നിന്നെ ഞങ്ങൾ വെട്ടി നുറുക്കുകയാണെന്ന് അംർ ഇബ്നു ആസ് റളിയല്ലാഹു തആല അൻഹുവിനോട് അതാ അവിടുന്ന് ശത്രുപക്ഷം പറയുകയാണ്. പടച്ച റബ്ബേ, മഹാനായ അംർ ഇബ്നു ആസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, എന്നെ നിങ്ങൾ വെട്ടിക്കൊന്നോളൂ, എന്നെ നിങ്ങൾ പരിക്കേൽപ്പിച്ചുകൊള്ളൂ, എന്നെ നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ, പക്ഷേ ഞങ്ങളുടെ പ്രവാചകരുണ്ടല്ലോ, ഞങ്ങളുടെ മുത്തുനബി ഉണ്ടല്ലോ, ആ മുത്തുനബിയെ ഒന്നും തന്നെ ചെയ്യാൻ ഞങ്ങൾ അനുവദിക്കുന്നതല്ല എന്നവിടുന്ന് മഹാനായ അംർ ഇബ്നു ആസ് തങ്ങളെ പറയുമ്പോൾ അതാ കൊല്ലാൻ വേണ്ടിയിട്ട് അംർ ഇബ്നു ആസ് റളിയല്ലാഹു തആല അൻഹുവിനെ അതാ പടച്ച റബ്ബേ ഇങ്ങനെ നിർത്തിയിരിക്കുകയാണ്. അംർ ഇബ്നു ആസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മുഖത്ത് നോക്കുമ്പോൾ പടച്ച റബ്ബേ വല്ലാത്ത പുഞ്ചിരിയാണല്ലോ. പടച്ച റബ്ബേ, ശത്രുക്കളിൽപ്പെട്ട ഒരുത്തനതാ അംർ ഇബ്നു ആസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മുമ്പിലേക്ക് വാളുമായിട്ട് വരികയാണ്. ഊരിപ്പിടിച്ച് തിളങ്ങുന്ന വാളുമായിട്ട് മഹാനായ തങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുമ്പോ പടച്ച റബ്ബേ, തന്നെ കൊല്ലാൻ വരുന്നവന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് മഹാനായ അംർ ഇബ്നു ആസ് റളിയല്ലാഹു തആല അൻഹു നിൽക്കുകയാ. പടച്ച റബ്ബേ, തന്നെ ആക്രമിക്കാൻ കൊല്ലാൻ വേണ്ടി കടന്നു വരുന്നവരുണ്ടല്ലോ, പടച്ച റബ്ബേ അവന്റെ മുഖത്ത് നോക്കി ഇങ്ങനെ പുഞ്ചിരിച്ചിട്ട് മഹാനായ തങ്ങൾ നിൽക്കുമ്പോ ഈ മനുഷ്യന്റെ മനസ്സിനകത്ത് വല്ലാത്ത വേദനയാവുകയാ. തന്നെ കൊല്ലാൻ വേണ്ടി കടന്നു വരുന്നവരുടെ മുഖത്ത് നോക്കിയിട്ട് മഹാനായ അംർ ഇബ്നു ആസ് റളിയല്ലാഹു തആല അൻഹു പുഞ്ചിരിച്ചിട്ട് നിൽക്കുന്നത് കണ്ടപ്പോ പടച്ച റബ്ബേ, ശത്രുക്കളിൽപ്പെട്ട മനുഷ്യൻ എന്താണ് ചെയ്തതെന്നറിയോ? തന്റെ കയ്യിലിരിക്കുന്ന വാള് അല്ലാഹ് ദൂരത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട് മഹാനായ അംർ ഇബ്നു ആസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മുമ്പിലേക്ക് ഓടി വരികയാ. എന്നിട്ട് അവിടെ കരങ്ങൾ പിടിച്ചിട്ട് അവിടെ നിന്ന് പറയുന്നു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്നവിടെ നിന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് കടന്നു വന്നു എന്ന് ചരിത്രം പഠിപ്പിക്കുകയാ. എന്റെ പ്രിയമുള്ളവരെ, മഹാനായ ഖുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം നമുക്ക് എല്ലാവർക്കും അറിയുമല്ലോ. മഹാനായ ഖുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനെ അല്ലാഹുവേ അവിടുന്ന് കഴുമരത്തിൽ ഇങ്ങനെ തൂക്കി നിർത്തി
നിർത്തിയിരിക്കുകയാണല്ലോ. എന്നിട്ട് അവിടെ നിന്നതാ കഴുമരത്തിന്റെ മുകളിൽ ഇങ്ങനെ തൂക്കി നിർത്തിയിട്ട് അവിടെ നിന്ന് ശത്രുക്കൾ പറയുന്നു, ഹുബൈബ്, നീതാ നിന്റെ നേതാവായ മുഹമ്മദ് ഉണ്ടല്ലോ, നീ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന മുഹമ്മദ് ഉണ്ടല്ലോ, ആ മുഹമ്മദിനെ നീ ഒന്ന് തള്ളി പറയണേ ഹുബൈബ്, ഒരു വാക്കെങ്കിലും നീ അവിടെ നിന്ന് ഇല്ലായ്മ പറയണേ എന്നവിടെ നിന്ന് ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറയുകയാണ്. പടച്ച റബ്ബേ, ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു എന്ത് ചെയ്തെന്നറിയോ? ശത്രുക്കളോട് പറഞ്ഞതെന്താ? പടച്ച റബ്ബേ, നിങ്ങൾ എനിക്ക് എന്ത് തന്നെ തന്നാലും, നിങ്ങൾ എനിക്ക് എന്ത് തന്നെ തന്നാലും ഉണ്ടല്ലോ, എന്റെ മുത്തുനബിയുടെ കാലിലൊരു മുള്ള് തറക്കുന്നത് പോലും എനിക്കിഷ്ടമല്ലെന്ന് പറഞ്ഞു മഹാനായ ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു. എന്റെ പ്രിയമുള്ളവരെ, ഇതാണ് സ്നേഹമെന്ന് പറയുന്നത്, ഇതാണ് റസൂലുള്ളാഹിയോടുള്ള മഹബ്ബത്ത് എന്ന് പറയുന്നത്, ഇതാണ് റസൂലുള്ളാഹിനോടുള്ള സ്നേഹത്തിന്റെ കഥകൾ എന്ന് പറയുന്നത്. മഹാനായ അബ്ദുല്ലാ റളിയല്ലാഹു തആല അൻഹു, പടച്ച റബ്ബേ, റസൂലുള്ളാഹിന്റെ വഫാത്തിന്റെ വാർത്തയതാ, റസൂലുള്ളാഹിന്റെ വഫാത്തിന്റെ വാർത്തയതാ മഹാനായ അബ്ദുല്ലാ റളിയല്ലാഹു തആല അൻഹു കേൾക്കുകയാണ്. പടച്ച റബ്ബേ, ഹബീബായ നബി തങ്ങളെ ലോകത്തോട് വിട പറഞ്ഞു. തന്റെ തോട്ടത്തിൽ ഇങ്ങനെ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന മഹാനായ തങ്ങള്, പടച്ച റബ്ബേ, അവിടുന്ന് മുത്തുനബി ലോകത്തോട് വിട പറഞ്ഞെന്ന വാർത്ത കേട്ടപ്പോ അല്ലാഹുവേ, പടച്ച റബ്ബേ, അബ്ദുല്ലാ റളിയല്ലാഹു തആല അൻഹു അതാ പടച്ച റബ്ബേ തന്റെ കരങ്ങൾ രണ്ടും അല്ലാഹുവിന്റെ ദർബാറിലേക്ക് ഉയർത്തുകയാണ്. എന്നിട്ട് അവിടെ നിന്ന് പറയുന്നു, അല്ലാഹ്, ഇവിടെ നിന്ന് ഈ സൂര്യൻ അസ്തമിക്കുമ്പോൾ, പടച്ച റബ്ബേ, സൂര്യൻ അസ്തമിക്കുമ്പോ രാത്രി ഇങ്ങനെ കടന്നു വരുമ്പോ ആ രാത്രിയിലേക്ക് ഞാൻ കടന്നു പോകുന്നത് എന്റെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പവിത്രമായ മുഖം കണ്ട്, എന്റെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൂമുഖം കണ്ടിട്ടാ. പടച്ച റബ്ബേ, പരിശുദ്ധമായ പുണ്യമായ അല്ലാഹുവേ, പകലിലേക്ക് ഞാൻ കടന്നു വരുമ്പോൾ പടച്ച റബ്ബേ, അല്ലാഹുവേ, ഞാനിതാ പവിത്രമായ പുണ്യമായി പകലിലേക്ക് ഞാൻ കടന്നു ചെല്ലുന്നത് എന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പവിത്രമായ മുഖം കണ്ടിട്ടാ എന്നവിടുന്ന് മഹാനായ അബ്ദുല്ലാ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്. എന്നിട്ട് അവിടുന്ന് പറയുന്നു, അല്ലാഹ്, അതുകൊണ്ടുണ്ടല്ലോ എന്റെ അല്ലാഹ്, ആ മുത്തുനബിയെ കാണാത്ത രാവുകളാണ് ഇനി എനിക്കുള്ളത്, ആ മുത്തുനബിയെ കാണാത്ത പകലുകളാണ് എനിക്കുള്ളത്. അതുകൊണ്ട് എന്റെ കണ്ണിന്റെ കാഴ്ച നീ തിരിച്ചെടുക്കണേ അല്ലാഹ്, അതുകൊണ്ട് എന്റെ കണ്ണിന്റെ രണ്ട് കണ്ണിന്റെ കാഴ്ചയും റബ്ബേ നീ തിരിച്ചെടുക്കണേ എന്ന് എന്റെ പ്രിയമുള്ളവരെ മഹാനായ അബ്ദുല്ലാ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പറയുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം നമുക്കറിയുമല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തോട് വിട പറഞ്ഞു എന്ന വാർത്ത കേട്ടപ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പടച്ച റബ്ബേ ഊരിപ്പിടിച്ച വാളുമായിട്ട് അതാ മദീനയുടെ മണ്ണിലൂടെ ഓടുകയാണ്. ആരാണ് പറഞ്ഞത്? എന്റെ മുഹമ്മദ് ലോകത്തോട് വിട പറഞ്ഞു. എന്റെ കരളിന്റെ കഷ്ടമായ അഷ്റഫുൽ ഖൽഖ് ത്വാഹാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്തോട് വിട പറഞ്ഞു എന്ന് ആരാണ് പറഞ്ഞത്? ആരാണത് പറഞ്ഞത് എന്ന് ചോദിച്ചിട്ട് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങള് മദീനയിലൂടെ ഓടുകയായിരുന്നു എന്ന് ചരിത്രം പഠിപ്പിക്കുകയാ. റസൂലുള്ളാഹിന്റെ മരണ വാർത്ത കേട്ടപ്പോൾ, റസൂലുള്ളാഹിന്റെ വഫാത്തിന്റെ വാർത്ത കേട്ടപ്പോ പടച്ച റബ്ബേ, ആ മദീനയിൽ നിൽക്കാൻ കഴിയാതെ മഹാനായ ബിലാൽ റളിയല്ലാഹു തആല അൻഹു പടച്ച റബ്ബേ സിറിയയിലേക്ക് യാത്ര പോയല്ലോ, സിറിയയിലേക്ക് താമസം മാറിയല്ലോ.
പിന്നീട് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലഘട്ടത്തിലാണ് മഹാനായ ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിന്റെ സ്വപ്നത്തില് അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കടന്നു വന്നുകൊണ്ട് പറയുന്നു, ബിലാലേ, എന്തേ എന്നെ മറന്നോ ബിലാലേ, എന്തേ എന്നെ മറന്നോ ബിലാലേ, എന്തേ എൻ്റെ അടുത്തേക്ക് വരാത്തതെന്നോ, എൻ്റെ പരിശുദ്ധമായ റൗളയുടെ ചാരത്തേക്ക് എന്തേ വരാത്തതെന്ന് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ട് അവിടുന്ന് സ്വപ്നത്തിൽ വന്നിട്ട് പരാതി പറയുമ്പോഴാണ് പടച്ചറബ്ബേ സങ്കടത്തോടു കൂടി നഗ്നപാതനായിക്കൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് ആ പരിശുദ്ധമായ റൗള ശരീഫിന്റെ അടുത്തേക്ക് മഹാനായ ബിലാൽ റളിയല്ലാഹു തആല അൻഹു പൊട്ടിക്കരഞ്ഞുകൊണ്ട് കടന്നു വരിക. പടച്ചറബ്ബേ പൊട്ടിക്കരഞ്ഞുകൊണ്ട് കടന്നു വരികയാണ്. ആ കരച്ചില് അന്ന് മദീന മുഴുവനും കണ്ടുവല്ലോ. പടച്ചറബ്ബേ നഗ്നപാതനായിക്കൊണ്ട് അല്ലാഹുവേ മണൽത്തരികളിലൂടെ ചവിട്ടിക്കൊണ്ട് ചുട്ടുപഴുത്ത മണൽത്തരികളെ ധന്യമാക്കി കടന്നു വന്നു മഹാനായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു തആല അൻഹു. എൻ്റെ പ്രിയമുള്ളവരെ, ആ ബിലാൽ റളിയല്ലാഹു തആല അൻഹു കടന്നു വന്നിട്ട് അന്ന് മദീനയിലുള്ള ജനങ്ങളെല്ലാവരും പറഞ്ഞു, ബിലാൽ തങ്ങളെ, നിങ്ങളെന്ന് ബാങ്ക് വിളിക്കണേ, അല്ലാഹുവിന്റെ റസൂൽ നിങ്ങളെയാണല്ലോ ബാങ്ക് വിളിക്കാൻ നിയോഗിച്ചിരുന്നത്, നിങ്ങൾ അവിടെ നിന്നൊന്ന് ബാങ്ക് വിളിക്കണേ എന്ന് പറയുമ്പോൾ മഹാനായ ബിലാൽ റളിയല്ലാഹു തആല അൻഹു വിസമ്മതിക്കാൻ എനിക്ക് കഴിയില്ലല്ലോ, എനിക്കതിന് കഴിയില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ബിലാൽ റളിയല്ലാഹു തആല അൻഹു വിസമ്മതിക്കുന്നു. അവസാനമതാ പടച്ചറബ്ബേ അവിടെ നിന്നുണ്ടല്ലോ. എല്ലാ ആളുകളും പറഞ്ഞിട്ടും സ്വഹാബത്ത് പറഞ്ഞിട്ടും ബിലാൽ തങ്ങൾക്ക് അനുവാദമില്ല. അവിടുത്തെ മുത്തുനബിയുടെ പേരമക്കള്, പേരക്കിടാങ്ങള് മഹാനായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹും അവിടുന്ന് ബിലാൽ തങ്ങളുടെ കയ്യെ പിടിച്ചിട്ട് പറയുന്നു, ബിലാൽ തങ്ങളെ, നിങ്ങളുടെ വാപ്പത്രയ്ക്കും സന്തോഷത്തോടെ ഞങ്ങളുടെ വല്ലിപ്പേൽപ്പിച്ചത് നിങ്ങളെയല്ലേ, അവിടുന്ന് ഞങ്ങൾക്ക് ആ ബാങ്കുലി കേൾക്കാൻ വല്ലാത്ത കൊതിയാണ് യാ ബിലാൽ. മഹാനായ ബിലാൽ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് ബാങ്ക് വിളിക്കാണ്. പടച്ചറബ്ബേ അവിടുന്ന് ബാങ്ക് വിളിക്കാണ്. അല്ലാഹുവേ പടച്ചറബ്ബേ അവിടുന്ന് പറയാ, അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹി എന്ന് പറയുന്നിടത്ത് അശ്ഹദു അന്ന എന്ന് മാത്രമേ പറയാൻ കഴിഞ്ഞതുള്ളൂ. ബിലാൽ റളിയല്ലാഹു തആല അൻഹു ബോധരഹിതനായിട്ട് താഴെ വീഴാണ്. ഈ ബിലാൽ തങ്ങളുടെ ഇഷ്കിന്റെ മുമ്പിൽ നമ്മൾ തോറ്റു പോവുകയാണ്. എൻ്റെ പ്രിയമുള്ളവരെ, ആ ബിലാൽ തങ്ങളുടെ ഇഷ്കിന്റെ മുമ്പില് നമ്മൾ പരാജയപ്പെട്ടു പോവുകയാണല്ലോ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നബിയോടുള്ള സ്നേഹം അല്ലാഹു വർദ്ധിപ്പിച്ചു തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ളവരെ, അതുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് മഹാനായ ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുന്ന് പറയുന്നുണ്ട്, മൻ അഹബ്ബ ശൈഅൻ ഫഖദ് അക്സറ ദിക്റ. ഒരാൾക്ക് ഒരാളോട് ഇഷ്ടമുണ്ടായി കഴിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആരോടാവട്ടെ നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ ഹൃദയത്തിൽ എന്തേക്കരം അല്ലേ, അവരേക്കരം. ബിലാൽ തങ്ങളുടെ ഹൃദയത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം റസൂലുള്ളാഹിനോടായിരുന്നു. അബ്ദുല്ല റളിയല്ലാഹു തആല അൻഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം റസൂലുള്ളാഹിനോടായിരുന്നു. ഹുബൈബ് തങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം റസൂലുള്ളാഹിനോടായിരുന്നു. അംർ ഇബ്നു ആസ് റളിയല്ലാഹു തആല അൻഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം അത് റസൂലുള്ളാഹിനോടായിരുന്നു. അങ്ങനെ മുത്തുനബിയോട് ഇഷ്ടം വന്നപ്പോൾ സ്വന്തം ശരീരത്തെ അവരെ മറന്നുപോയി. ആ റസൂലുള്ളാഹിന്റെ ശരീരത്തെയാണ് അവിടെ ശരീരത്തോട്, അവിടെ ഹൃദയത്തോട് അവർ ചേർത്ത് വെച്ചത്. എൻ്റെ പ്രിയമുള്ളവരെ, നമുക്കതിന് കഴിയുന്നില്ല അല്ലേ, നമുക്കതിന് കഴിയുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ പരാജയത. അല്ലാഹു നമുക്ക് ബോധം തരട്ടെ, അല്ലാഹു തആല നമുക്ക് ബോധം നൽകട്ടെ. അതുകൊണ്ട് റസൂലുള്ളാഹിനുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താ? ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിൻപറ്റുക, അവിടുത്തെ സുന്നത്തിന് നമ്മൾ മുറുകെ പിടിക്കുക. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറയാൻ, മൻ അഹ്യാ സുന്നത്തി
എൻ്റെ സുന്നത്തിനെ ആരെങ്കിലും ജീവിപ്പിച്ചാൽ എന്ന് പറഞ്ഞ മുറുകെ പിടിച്ചാൽ ഫഖദ് അഹബ്ബനി, അവൻ എന്നെ ഇഷ്ടപ്പെട്ടവനാ, എന്നെ ഇഷ്ടപ്പെട്ടവനാ. വമൻ അഹബ്ബനി, ആരാ എന്നെ ഇഷ്ടപ്പെട്ടത്, ആരാ എന്നെ ഇഷ്ടപ്പെട്ടത്? അങ്ങനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കാന മഈ ഫിൽ ജന്ന, അവൻ എൻ്റെ കൂടെ സ്വർഗ്ഗത്തിലാണടാ എന്ന് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തുനബിയോട് കൂടെ സ്വർഗ്ഗത്തിൽ കിടക്കാൻ ആർക്കാ താല്പര്യമില്ലാത്തത്? അല്ലേ? നമുക്ക് എല്ലാവർക്കും താല്പര്യമില്ലേ? എനിക്കുണ്ട്, നിങ്ങൾക്കുണ്ട്. നമ്മൾ ദുആ ചെയ്യും, പടച്ചോനെ ആ ലിവാഹുൽ ഹംദ് എന്ന കൊടിക്ക് കീഴിൽ മുത്തുനബിയോട് കൂടെ പടച്ചോനെ നീ ഞങ്ങളെ സ്വർഗ്ഗത്തിലാക്കണേ അല്ലാ. അല്ലേ? നമ്മൾ എല്ലാവരും ദ്വാരക്കും, അല്ലേ? ഞാനും ദ്വാരക്കും, നിങ്ങളും ദ്വാരക്കും. പക്ഷേ നമ്മൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നില്ല, പണിയെടുക്കണില്ല. എപ്പോഴാ റസൂലുള്ളാഹിയുടെ സ്നേഹം ഉണ്ടാവുക? അവിടുത്തെ സുന്നത്തിനെ മുറുകെ പിടിക്കുമ്പോഴല്ലേ? അല്ലേ? അവിടുത്തെ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തുമ്പോഴാണ് സ്നേഹം ഉണ്ടാവുക. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വെച്ച നമ്മുടെ മുമ്പിലൂടെ കടന്നു പോയൊരു മഹാനുണ്ട്, ശൈഖുന അത്തിപ്പറ്റ ഉസ്താദ് നബറല്ലാഹു ബർക്കത. അല്ലാഹു തആല മഗ്ഫിറത്തും റഹ്മത്തും കൊടുക്കട്ടെ, അവിടുത്തെ ദറജ അല്ലാഹു തആല ഉയർത്തി കൊടുക്കട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, മഹാനവറുകൾ ഒരിക്കലും പള്ളിയിൽ നിന്നിങ്ങനെ ഇറങ്ങുമ്പോൾ ഒരു പുറത്തുനിന്ന് വന്ന ഒരാളുടെ ചെരുപ്പ് മറ്റൊരാളുടെ ചെരുപ്പ് ആ ഇറങ്ങുന്ന സ്ഥലത്തുണ്ടായിരുന്നു. മഹാനായ ശൈഖുന ആ ചെരുപ്പിൽ അറിയാതെ ഒന്ന് ചവിട്ടിപ്പോയി. ശൈഖുന എന്ത് ചെയ്തെന്നറിയോ? ആ ചെരുപ്പിന്റെ തൊട്ടരികിൽ ഇങ്ങനെ മാറ്റി ആ ചെരുപ്പിന്റെ ചാരത്ത് തന്നെ മഹാനവറുകൾ നിന്നു. എന്നിട്ട് ആ ചെരുപ്പിന്റെ ഉടമസ്ഥൻ വരുന്നത് നോക്കി നിന്നു. എന്നിട്ട് ആ മനുഷ്യൻ വന്നപ്പോ ആ മനുഷ്യന്റെ കയ്യെ പിടിച്ചിട്ട് പറഞ്ഞു, മോനെ, നിന്റെ ചെരുപ്പിൽ ഞാനൊന്ന് ചവിട്ടിയിട്ടുണ്ടടാ, നിന്റെ ചെരുപ്പിൽ ഞാനൊന്ന് ചവിട്ടിയിട്ടുണ്ടടാ, നീ എനിക്ക് പൊരുത്തപ്പെട്ട് തരണട്ടോ എന്ന് ശൈഖുന അത്തിപ്പറ്റ ഉസ്താദ് അവിടുന്ന് ആ മനുഷ്യനോട് പൊരുത്തം ചോദിച്ചു. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മളൊക്കെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. മറ്റുള്ളവന്റെ ചെരുപ്പിലൊക്കെ ചവിട്ടിയ തട്ടിയിട്ടിട്ട് നമ്മളൊക്കെ പോകാറില്ലേ? നമ്മളൊക്കെ നടന്നു പോകാറില്ലേ? എൻ്റെ പ്രിയമുള്ളവരെ, ഇതാ നല്ല മനുഷ്യനെന്ന് പറഞ്ഞ ജീവിതത്തിൽ അല്ലാഹനെ പേടിച്ചിട്ട് റസൂലുള്ളാഹിന്റെ തിരുസുന്നത്തിനെ മുറുകെ പിടിച്ച് ജീവിച്ച മനുഷ്യരാ. അല്ലാഹു നമുക്ക് ബോധം തരട്ടെ.